പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം പടഹാരം പാലമാണ്. പലഹാരം എന്നാരും വിചാരിക്കല്ലേ, ഇത് പടഹാരമാണ്. ഇത് മാവേലിക്കര ഹരിപ്പാട് റോഡിലേക്ക് തിരിയുന്ന ചുണ്ടുവല ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് 26 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. ആ കാണുന്ന കടയിൽ അടിപൊളി ചായ കിട്ടും. ഇവിടെ 2 ചായ. ഈ കാണുന്നത് വെട്ട് കേക്കാ. താഴെ കാണുന്നത് ഉള്ളിവടയും. രാവിലെ മഴ നനഞ്ഞ് ചവിട്ടിയപ്പം നല്ല രസമുണ്ടായിരുന്നു. മഴവെള്ളം ദേഹത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം തണുപ്പും ഒരു പ്രത്യേക കുളിരും സംഭവം പൊളിയായിട്ടുണ്ട്. നമ്മളിപ്പം പടഹാരത്ത് എത്തിച്ചേർന്നിരിക്കുക കേട്ടോ. പാലം കയറുന്നതിന് മുന്നേ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഈ വരുന്ന ഓശാനയ്ക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പടഹാരം പാലത്തിലാണ്. കേരളത്തിലെ തകഴി നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പമ്പാ നദിയുടെ കൈവഴിയായ പൂക്കൈതയാറിൻ്റെ കുറുകെ പണിഞ്ഞ പടുകൂറ്റൻ പാലം. 1/2 കിലോമീറ്ററോളം നീളം, കേരള വാസ്തുവിദ്യയിൽ തയ്യാറാക്കിയ 8 വാച്ച് ടവറുകൾ, 2 നിലകളുള്ള പാലം, കുട്ടനാട്ടിൽ പണി പൂർത്തിയാക്കുന്ന വെറൈറ്റി പാലം. സ്പാനുകൾക്കിടയിൽ മുകളിലത്തെ നിലയിൽ റോഡും താഴത്തെ നിലയിൽ നടപ്പാതയുള്ള കേരളത്തിലെ ആദ്യത്തെ പാത്വേ പാലം എന്ന പ്രത്യേകത പടഹാരം പാലത്തിനുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള നഗരം ആലപ്പുഴയാണ്. ഒടുവിൽ ഇതാ ആലപ്പുഴയിലെ പാലപ്പെരുമ പകിട്ടേറി ആദ്യ പാത്വേ പാലവും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചാണ് ആലപ്പുഴയിലെ പടഹാരം പാലം വരുന്നത്. എന്താണ് പാത്വേ പാലമെന്നറിയാമോ? സംഗതി ഇതാണ്. സ്പാനുകൾക്ക് മുകളിൽ റോഡും താഴെ നടപ്പാതയും ഒരുക്കിയിട്ടുള്ളതാണ് പാത്വേ പാലം. ഈ പാലത്തിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് വാച്ച് ടവറുകൾ. 2 സൈഡുകളിലായിട്ട് 8 വാച്ച് ടവറുകളാണ് ഇവിടെയുള്ളത്. കുട്ടനാടൻ പാടശേഖരത്തിൻ്റെ ഭംഗിയും പമ്പാനദിയുടെ കൈവഴിയായ പൂക്കൈതയാറിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണിവിടെ. യാത്രാക്ലേശം നേരിടുന്ന കുട്ടനാടിൻ്റെ ജീവനാഡി കൂടിയാണ് പടഹാരം പാലം. കുട്ടനാടിൻ്റെ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്നതാണ് നിർമ്മാണം പൂർത്തിയാക്കുന്ന പടഹാരം പാലം. ഈ പാലത്തിൻ്റെ പ്രയോജനം പൊതുജനങ്ങൾക്കും കർഷകർക്കും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും നെടുമുടി പടഹാരം വഴി അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ അതിവേഗം എത്തിച്ചേരാവുന്നതാണ്. കൂടാതെ കൃഷിയിടങ്ങളിൽ കർഷകർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുവാനും നെല്ലും വൈക്കോലും എളുപ്പത്തിൽ വിപണിയിൽ എത്തിക്കാവുന്നതുമാണ്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ഹോട്ടലുകളൊക്കെ ഈ പാലത്തിനടി വന്നു കഴിഞ്ഞാൽ സംഭവം ഉഷാറായിരിക്കും. ഇതിന്റെ പണി എന്നാ തീരുന്നേ? कब हो रहा है काम? ये अभी 1 महीना बाद. इनॉग्रेशन 1 महीने के बाद है. ഓക്കെ. പാലത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ഇനോഗ്രേഷൻ നടക്കും. പാലത്തിൻ്റെ താഴത്തെ നിലയിലോട്ട് പോകാനുള്ള റോഡാണിത്. ऊपर चढ़ सकता है वीडियो. ഇതുവഴി മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഇനി പണിയാനിരിക്കുന്നേ ഉള്ളൂ.
നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കായലിന് കുറുകെയുള്ള പാലങ്ങളിൽ ആളുകൾ വാഹനം കൊണ്ട് നിർത്തി കാഴ്ചകൾ കാണുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടൊരു വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ഇങ്ങനെയുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് 2 നിലയുള്ള പാലം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും മുകളിൽ നിന്ന് ജലാശയത്തിൻ്റെ കാഴ്ച കാണുക എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ പൂക്കൈതയാറിൻ്റെ ഭംഗിയും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കാണാനും ആളുകൾക്ക് നല്ല രീതിയിൽ ഉല്ലസിക്കാനും ഒന്ന് വിശ്രമിക്കാനും പറ്റിയ ഇടം തന്നെയാണ്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലായാണ് നടപ്പാതകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ഉന്മേഷത്തിനായി രാവിലെയോ വൈകുന്നേരമോ നടക്കാൻ പറ്റിയ സ്ഥലം. കളി പൂർത്തിയായി കഴിഞ്ഞാൽ ഒന്ന് ഇതാ വരുന്ന ബോട്ടൊന്ന് നോക്കി, എന്തോ ഈ സംഭവം, ഒരു രക്ഷയില്ല, അടിപൊളി. രാവിലെയും വൈകിട്ടും 2 കൈയും നല്ലോണം വീശി നടക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്. ആലപ്പുഴയിലേക്ക് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും പൂക്കൈതയാറിൻ്റെയും കുട്ടനാടിൻ്റെയും ഈ ഡബിൾ ഡക്കർ പാലത്തിൻ്റെയും കാഴ്ചകൾ കാണാൻ ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ടതാണ് ഈ ഇടം.
ആലപ്പുഴ ടൗണിൽ നിന്ന് 17 കിലോമീറ്ററും അമ്പലപ്പുഴ തകഴിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ എത്തിച്ചേരാൻ. ടൂറിസ്റ്റുകൾക്ക് ആലപ്പുഴയിലെ പുന്നമട കായലിലൂടെ ബോട്ട് മുഖേന ഇവിടെ എത്തിച്ചേരാനും ഈ ഡബിൾ ഡെക്കർ പാലം സന്ദർശിക്കാനും സാധിക്കും. ചേട്ടാ, ഈ പാലത്തിന്റെ പണി എന്നാ തുടങ്ങിയത്? തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി. 6 വർഷമായി. എന്നത്തേക്ക് ഇത് ഉദ്ഘാടനം തുടങ്ങി? പ്രയോജനം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ വേണേൽ പോവാം. ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ചെന്നാൽ ആലപ്പുഴയിൽ നിന്ന് എങ്ങോട്ട് വേണേൽ പോകും. ഇവിടുന്ന് തകഴി ചെന്നാൽ അമ്പലപ്പുഴ, കായംകുളം, അരിപ്പാട് എവിടെ വേണേൽ ഏത് ലോകത്ത് വേണേൽ പോകും. അതിനെല്ലാം കൂടെ ഉപയോഗിച്ച് പാല് ലോകത്തിൽ കേരളത്തിലെ ആദ്യത്തെ പാലമായി ഈ വലുപ്പത്തിൽ ഈ ഷോയിലുള്ള പാലം. വീട് ഇവിടെ അടുത്താണോ? ആ അതെ, പള്ളിയുടെ കിഴക്ക്. എൻ്റെ വീട് ഇതിൻ്റെ പണ്ട് ഇവിടുന്ന് അക്കരയ്ക്കൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്? കടത്തോളം ഞങ്ങൾ കടത്തോളിട്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കടത്താം. കടത്ത് എത്ര വർഷം കൊണ്ട് ഈ കടത്ത് വെള്ളം? കടത്തോളം ഞങ്ങളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഉണ്ടായിരുന്നു. 4-5 വർഷമായിട്ട് ഇതേ കൂടെ ആൾ കയറാൻ പറയുമ്പോൾ ഞങ്ങൾ നിർത്തി കളയും. ആണോ? 6 മാസമായി. 6 മാസമായി. 6 മാസം കഴിഞ്ഞു. ഒരു വർഷമായി ഇറങ്ങിയിട്ട്. നേരെ നെടുമുടി ചെല്ലും. അതല്ലെങ്കിൽ ചമ്പക്കുളത്തിൽ നിന്ന് നേരെ തായങ്കരി കണ്ട ഇവിടുന്ന് അങ്ങോട്ട് ചമ്പക്കുളം ഇവിടുന്ന് അടുത്താണോ? നെക്സ്റ്റ് ചമ്പക്കുളം അങ്ങനെ ഇടത്തേലോട്ട് ചമ്പക്കുളം പള്ളിയിൽ അവിടെ ചെന്നിട്ട് ഇതുപോലെ പാലം അക്കരയ്ക്കുണ്ട്. അക്കരെ പാലം ഇതൊരു ഷോർട്ട് കട്ടാന്ന് തോന്നുന്നു അല്ലേ? വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോകാനായിട്ട് കുറഞ്ഞ സമയം മതി. എന്താ പേരെന്താ? എൻ്റെ പേര് സുഗുണൻ, പുള്ളിയുടെ പേര് പുരുഷൻ. നേരെ പോയി ഞങ്ങൾ ഇവിടെ വഴി പോയി, ചമ്പക്കുളം വഴി പോയിട്ട് നേരെ പോയി ബീച്ച്. ആദ്യം മറ്റേ ഇവിടെ പോയി രാജാക്കട കടയിൽ പോയി, അവിടെ പോയി പുട്ടും ബീഫ് അടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബീഫും പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വൈകുന്നേരമാണോ ചേട്ടാ ബീഫും പൊറോട്ട? ഇപ്പോഴെന്തോ ഉള്ളത്? ചിക്കനുണ്ട്, പിന്നെ കുറുമ, വെജിറ്റബിൾ. എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? 3 മാസമായി. 3 മാസം. ഓക്കെ. ചാനൽ പുതിയതായി കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം. താങ്ക്